ഹലോ ലാസ്റ്റ് ഞാനൊരു ജൂണിൽ ഇക്കണ്ട ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു വീഡിയോ കൂടുതലായിട്ട് റീച്ച് ആയിട്ടുള്ളത് പരപ്പനങ്ങാടിയായിട്ട് കാലിക്കട്ടുകായിരുന്നു. എല്ലാം എന്ന് കരുതിയ ഇക്ക ഇന്ന് നമ്മളെ വിട്ടുപോയിട്ട് 4 years ആയി. ഇക്ക എനിക്ക് തന്ന നല്ല ഓർമ്മകൾ ഇന്ന് ഇഷുമോന്റെ സെയിം ഹൈജീൻ സ്വഭാവം കാണുമ്പോൾ ഞാൻ ഒരു നിമിഷം സന്തോഷപ്പെടാറുണ്ട്. ഇക്ക എന്ന് ചോദിച്ചു ഡോക്ടറിനോട് കുട്ടി ഏതാണ് എന്നുള്ളത്. ബോയ് കുട്ടിയാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ ഞാൻ ഒരുപാട് സങ്കടത്തിലായിരുന്നു. സെക്കൻഡ് ബേബി ബോയ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ എന്റെ ഫേസിൽ ഒരു സാഡ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഇക്ക എന്റെ മുഖം നോക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബോയ്സ് ആകുമ്പോൾ 2 ആൾക്കാർ മടി കൂടുന്നത് കാണുമ്പോൾ നല്ല രസമാണ് എന്നുള്ളത്. ഒരുപാട് നല്ല ഓർമ്മകൾ ഇക്ക തന്നു പോയി. ഇക്ക ഇരിക്കുമ്പോൾ ജീവിതം എന്താണെന്ന് പോലും മനസ്സിലായില്ല. ഇക്ക പോയപ്പോഴാണ് മനസ്സിലായത് ജീവിതം അത്രയൊന്നും ഈസി അല്ല മുന്നോട്ട് പോകുന്നതെന്ന്. ഒരുപാട് ആൾക്കാരുടെ കുത്തുവാക്കുകളും വേദനകളും ഒക്കെ കേട്ട് സഹിച്ച് മുന്നോട്ട് പോയി. ഇക്കൊക്കെ തന്ന വാക്കായിരുന്നു കുട്ടികളെ നല്ല രീതിയിൽ നോക്കണം, നല്ല രീതിയിൽ വളർത്തണം എന്നുള്ളത്. ആ വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് തന്നെ ചലഞ്ചാക്കിയെടുത്തു. ഇന്ന് എനിക്ക് കുട്ടികളെ മുഖം നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇക്കാക്ക് ഞാൻ തന്ന വാക്ക് പാലിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഇക്കാണ്ട് എന്നും ഓർക്കാൻ വേണ്ടി 2 കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിൽ തന്നു പോയത്. ഇവരെ ഞാൻ എന്ന് പിരിയുന്നോ അന്ന് എൻ്റെ അവസാനമായിരിക്കും. ഇനി എനിക്കൊന്നും പറയാനില്ല, ദുആ മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ എൻ്റെ പേഴ്സണൽ കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് ഹാലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈഫ് കുട്ടികളെന്ന് ഞാൻ അറിഞ്ഞതോടെ എനിക്ക് ഞാൻ ഈ ഒരു കമൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലത് ഞാൻ കല്ലിവല്ലി എന്ന് പറഞ്ഞ് വിട്ട ആൾക്കാർ പറയുന്ന രീതിയിൽ പറയട്ടെ, നമ്മളെ വർക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടേ വരാണ്. എന്താ റീസൺ എന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ ഒരു ഷോക്ക് ലൈഫിനാണെന്നാണ് പറയുന്നത്. സോ അത് എനിക്ക് ആരെന്ത് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഓക്കെ, അത് എൻ്റെ ലൈഫ് സ്റ്റൈലാണ്, എൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, എല്ലാവർക്കും ജീവിക്കാനുള്ളൊരു മാർഗങ്ങളുണ്ട്. എല്ലാവർക്കും അവരതായ രീതിയിലുള്ള ജീവിക്കാനുള്ള ഒരു ഫ്രീഡം ഇപ്പോഴുണ്ട്. ഓക്കെ, ഈ ഒരു കമൻറ്റ് വന്നു. ഈ കമൻറ്റ് ഇട്ടവരോടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മാസം 50,000 രൂപ എൻ്റെ ബാങ്കിൽ ചിലവുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് ക്രോർപതീസാണ് എന്നാണ് പറയുന്നത്. ക്രോർപതീസാണ് പരപ്പനങ്ങാടി. ആ പ്രോപ്പർട്ടീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ, എൻ്റെ കയ്യിൽ ആ പ്രോപ്പർട്ടീസ് ഉണ്ടോ? ആൻഡ് പരപ്പനങ്ങാടിക്കാർ 50,000 എമൗണ്ട് എനിക്ക് ബാങ്ക് അക്കൗണ്ടിൽ മാസം ചിലവ് അയക്കുന്നുണ്ട്. അത്രേ ചിലവ് അയച്ചിട്ട് എനിക്ക് ആ ചിലവ് തികയുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഞാൻ ഇങ്ങനെ കമൻറ്റ് ഇട്ടാലോട് പറയാനാ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു ഭാഗം മാത്രം കേട്ടിട്ടല്ല വരേണ്ടത്, 2 ഭാഗം കേൾക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ വീഡിയോ കിട്ടിയ ശേഷം എന്താ നിങ്ങൾ ഹാലെന്ന് ചോദിച്ചിട്ട് എത്രയോ പരപ്പനങ്ങാടിയിലുള്ള ആൾക്കാർ എന്നെ പേഴ്സണലി ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യം. ഓക്കെ, സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി. ചില ആൾക്കാർ എൻ്റെ ഭാഗത്ത് തന്നെ തെറ്റാണ്, അതാണ് ഞാൻ മംഗലാപുരയിലെ ഹൗസ് വെച്ചിട്ട് എനിക്ക് ബിന്ദാസായിട്ട്, അതായത് അടിച്ചു പൊളിച്ച് ജീവിക്കാണ് ഞാൻ മംഗലാപുരയിൽ. സോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പരപ്പനങ്ങാടിയിൽ നിന്ന് മാസം എനിക്ക് 50,000 വരുന്നുണ്ട്. എന്തിനാ ഈ ഗോസിപ്പ്? നിങ്ങൾക്ക് എന്തെങ്കിലും. പിന്നെ ഒരു കമൻറ്റ് ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട്, KMCC എനിക്ക് മാസം എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ നോമ്പ് സമയത്ത് എനിക്ക് ബിന്ദസേ. പക്ഷേ എനിക്ക് എൻ്റെ ബാങ്കിൽ ഇക്കാൻ്റെ കമ്പനിയും പിന്നെ KMCCൻ്റെ ആൾക്കാർ 2 ലക്ഷം എൻ്റെ അക്കൗണ്ട് കൈക്കും. അത്ര എന്തിനാണ് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിട്ടുന്നത്? നിങ്ങൾക്ക് എന്താണ് സ്പ്രെഡ് ചെയ്ത് കിട്ടുന്നതാണെങ്കിൽ എന്താണ് ഇതിൽ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാങ്ക് അക്കൗണ്ട് എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ട് കയ്യിലുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു സങ്കടമായി ചില ആൾക്കാരെ നമ്മളെ എന്താ വെച്ചാൽ പറഞ്ഞ് പറ്റിച്ച ആൾക്കാരെ മുമ്പിൽ അന്തസ്സായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആരതും പിടിച്ചു വെച്ച് ജീവിച്ചിട്ടില്ല, ആരതും പിടിച്ചു വെച്ചിട്ട് വലിച്ച് കഴിച്ചിട്ടില്ല. ഇന്നും ഞാനും എൻ്റെ കുട്ടികൾ തിന്നുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാശ് കൊണ്ട് മാത്രമാണ് എൻ്റെ കുട്ടികൾക്ക് ഞാനും എൻ്റെ അണിയൻ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ താമസിക്കുന്ന വീട് റെൻ്റാണ്, അതൊന്നും മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത്രേ സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം കേൾക്കണ്ട. ഈ റെൻ്റ് ഹൗസ് എടുപ്പിച്ച് തന്നതാണ്. ഈ റെൻ്റ് ഹൗസിൽ റെൻ്റ് പേ ചെയ്യുന്നത് എനിക്ക് സ്വന്തം ഇക്കാൻ്റെ പ്രോപ്പർട്ടി ഫുൾ ഷെയർ ആയ ശേഷം എനിക്ക് സ്വന്തം വീട് ആവുന്നവരെ
ഈ വീട്ടിലത്തെ റെന്റ് പേ ചെയ്യുന്നത് MH ഇക്കാക്കാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്റ്റ് MH ഇക്കാക്കക്ക് ഇക്കാക്കാനോട് ചോദിക്കാം. അത് വിട്ടിട്ട് ഒരാൾ പറഞ്ഞു അതേ സത്യമല്ല, ഒരാൾ പറഞ്ഞത് സത്യമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വരാം, മംഗളാപുരം വരാം, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ക്രോറി എനിക്ക് പ്രോപ്പർട്ടീസ് കിട്ടി, അല്ല ക്രോറി എനിക്ക് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരും ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ സപ്പോർട്ടീവായിട്ട് എൻ്റെ അവസ്ഥകൾ അറിയുന്ന എൻ്റെ കുടുംബക്കാർ എൻ്റെ കൂടെ ഉണ്ട്. എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ അതിൽ ഈ കമൻറ്റ് ഇട്ടവരെ ചമ്മിപ്പോകുമല്ലോ, മനസ്സിലായില്ല? അപ്പം എന്തെങ്കിലും കമൻസ് ഇടുമ്പോൾ അത് സത്യമാണോ, അവർ പറഞ്ഞത് സത്യമാണോ എന്ന് കരുതിട്ട് വന്നാൽ മതി. ഓക്കെ, ചോദിക്കാം നിങ്ങൾ എന്താ മണ്ടന്മാരാണോ പൊട്ടന്മാരാണോ? എനിക്ക് ക്രോസ് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് എൻ്റെ മാസം 50,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വരുന്നെങ്കിൽ ഞാൻ എന്തിനാ ഓട്ടോറിക്ഷ ബസ്സിൽ യാത്ര ചെയ്യണം? ഇവിടുന്ന് ഇവിടെ തന്നെ എനിക്ക് കാറിൽ പോയ പോരെ? എൻ്റെ ജീവിതശൈലി അങ്ങനെ ആയിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ ഇങ്ങനെ വന്നതാ. സോ ലൈഫിൽ ഇന്ന് ബിരിയാണി ഞാൻ കഴിക്കുന്നെങ്കിൽ നാളെ ഉപ്പും കഞ്ഞി കുടിക്കാനും ഞാൻ റെഡിയാണ്. ദറ്റ് ഈസ് ലൈഫ്. ഇന്നാളെ ഞാൻ ബിരിയാണി കഴിച്ചു, ഇന്ന് തന്നെ ബിരിയാണി കഴിക്കണമെന്നല്ല. പക്ഷേ നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് അവിടെ അബുദാബിയിൽ ആഡംബരമായിട്ട് അബുദാബിയിൽ ജീവിച്ച ഒരാൾ നാട്ടിൽ വന്നിട്ട് സീറോയിലിരിക്കാൻ ചാൻസസ് ഉണ്ടാവില്ല. എന്തായാലും ഭർത്താവിൻ്റെ പ്രോപ്പർട്ടീസ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എൻ്റെ യൂട്യൂബ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ചില ആൾക്കാർ ഇവൾ നല്ല ബിന്ദസായിട്ട് ജീവിക്കുന്ന, ഇവൾക്ക് ഒരു പ്രശ്നമില്ലെന്ന്. നിങ്ങളോട് ഞാൻ ദാരിദ്ര്യം കാണിച്ചിട്ട്, നിങ്ങളോട് എൻ്റെ പ്രശ്നങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യാനാ? ഇമോഷണലി നിങ്ങൾ ഡൗൺ ആക്കിയിട്ട് എനിക്ക് എന്താ കിട്ടേണ്ടത്? എനിക്ക് ആഗ്രഹമില്ല, മറ്റൊരാൾ കയ്യിൽ നിന്ന് കേൾക്കുന്ന ആഗ്രഹമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആരെ വലിച്ചിട്ട് ഞാൻ തിന്നുന്നില്ല. എനിക്ക് ഉറങ്ങുമ്പോൾ ഒരു സമാധാനം വേണം. ആരെ ഞാൻ വലിച്ചു തിന്നുന്നില്ല. ഇപ്പം എൻ്റെ വീട്ടിലത്തെ ചിലവ്, എൻ്റെ അനിയനാണ് എൻ്റെ അനിയൻ ദുബായ് പോയിട്ട് 6 months ആയി. എൻ്റെ വീട്ടിലത്തെ ചിലവൊക്കെ അവനാണ് ഇപ്പോൾ നോക്കുന്നത്. എൻ്റെ കാര്യം, എൻ്റെ കുട്ടിയുടെ കാര്യം, വീട്ടിലത്തെ റെന്റ് MH ഇക്കാക്കാണ് നോക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് MH ഇക്കാക്ക ചോദിക്കാം. പിന്നെ KMCCൻ്റെ കാര്യം, KMCCയിൽ എനിക്ക് നോമ്പുൽ എമൗണ്ട് അയക്കുന്നുണ്ടാ? KMCCയിൽ എനിക്ക് നോമ്പുൽ എമൗണ്ട് അയക്കുന്നുണ്ടാ? അല്ല മാസം എനിക്ക് ചിലവ് അയക്കുന്നുണ്ടാ? KMCCൻ്റെ അബുദാബി KMCCൻ്റെ സെക്രട്ടറിയാണ് സലാംക്ക. അയാളോടൊന്ന് ചോദിച്ചാൽ പോരെ? അയാളോടൊന്ന് ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ? അവരൊന്നും ചതിക്കാത്ത മനുഷ്യന്മാരാണ്, കള്ളത്തര പറയാത്ത മനുഷ്യന്മാരാണ്. ഉള്ളതുപോലെ പറയും. ഓക്കെ, ഒരാൾ എൻ്റെ ഇക്കാനെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ച ഒരാളുടെ കൂടെ നിന്നിട്ട് നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താ ഉള്ളത്? എന്താ നിങ്ങൾക്കുള്ളത്? ഇക്ക ഇത്രയും വർഷം കഷ്ടപ്പെട്ടതിന് എൻ്റെ ആ കുട്ടികൾക്കെങ്കിലും ഒരു സഹതാപെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതി നിങ്ങൾ കേൾക്കൂലായിരുന്നു. ഇത് ലൈഫാണ്, ജീവിതമാണ്. എപ്പോഴും ദാരിദ്ര്യം കാണിക്കുന്നതല്ല ജീവിതം. നമ്മൾ ജീവിച്ച് തോട്ടാൽ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. ദറ്റ് ഈസ് എ ചാലഞ്ച് മാത്രമേ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ളൂ. ഇത്രയും വർഷം ഞാൻ സംസാരിക്കാത്തത് എന്താണ്? എല്ലാം എനിക്ക് ഡീറ്റെയിൽസ് പറയാം, പക്ഷേ ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല ഇപ്പോൾ, വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. സോ ദയമായിട്ട് ഞാൻ പറയാം, ഒന്നും അറിയാത്ത കാര്യങ്ങൾ പ്ലീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, എനിക്ക് എല്ലാ പ്രോപ്പർട്ടി എൻ്റെ പേരിലാണ്, നിൽക്കേണ്ട പ്രോപ്പർട്ടീസ് എല്ലാം എൻ്റെ പേരിലാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ദയമായി നിങ്ങളൊരു പരപ്പനങ്ങാടിയുള്ള ജമാഅത്തേക്ക് പോവാം, MH ഇക്കാക്കനോട് പോവാം, KMCCയിലുള്ള സലാംക്കനോട് അന്വേഷിക്കാം. ഒരു പ്രോപ്പർട്ടീസ് മിക്കേണ്ടത് എനിക്കും എൻ്റെ കുട്ടികൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വീട് പോലും ഞാൻ റെൻറ്റിലാണ് ഉള്ളത്. പിന്നെ വീടുണ്ടാക്കാൻ ഇക്ക പൈസ കൊടുത്തത് വരെ എന്തായിട്ടുണ്ടോ, വീട് വയ്ക്കാനുള്ള പൈസ എന്ത് ചെയ്തിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ല. അതാണ് സത്യം. എന്താ സംഭവിച്ച ഇക്കക്കെന്ന് പോലും എനിക്ക് അറിയില്ല.